നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് എങ്ങനെ തീർന്നു പോകുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, ഇപ്പോൾ അൺലിമിറ്റഡ് അല്ലാത്ത ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. 1 GB 1.5 GB 2 GB ഒക്കെ ഡെയിലി യൂസേജിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് പോലും അവരുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റ എങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്നതെന്നും 2 ഫീച്ചറിൻ്റെയും കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെക്ക് ചെയ്യുന്ന ആദ്യം വാട്സപ്പിനകത്താണ്. വാട്സപ്പിനകത്താണ് കൂടുതൽ നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് ഉപയോഗിക്കുന്നതും നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുന്നതിന് പ്രധാന കാരണം. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് എങ്ങനെ ഫ്രീ ആക്കി എടുക്കാമെന്നും അതുപോലെ തന്നെ ഡാറ്റ എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ള നമ്മൾ പരിശോധിക്കുന്ന 2 സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നും ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്ന് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ള 1ാമത്തെ ഭാഗത്താണ് സെലക്ട് ചെയ്തത്. നിങ്ങളുടെ ഫോണിനകത്ത് ഇവിടെ HD ക്വാളിറ്റി എന്നുള്ള ഭാഗത്താണെങ്കിൽ നിങ്ങളെടുത്ത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോസുകൾക്ക് ക്വാളിറ്റി കുറയുകയൊന്നുമില്ല. എന്നാൽ നിങ്ങൾ അയക്കുന്ന വീഡിയോസിനൊക്കെ വലിയ ക്വാളിറ്റിയിൽ ഇത് സെൻഡാകുകയും നിങ്ങളുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോവുകയും നിങ്ങളുടെ സ്റ്റോറേജ് അതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റോറേജിൻ്റെ MB കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ ഫോണിനകത്ത് സ്റ്റോറേജും ഇൻ്റർനെറ്റൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്ത് ഇവിടെ HD ക്വാളിറ്റി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ളതിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഓട്ടോ ഭാഗത്ത് വെക്കുക. ഏറ്റവും ബെറ്റർ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന ഭാഗത്ത് വെക്കുന്നതാണ്. അങ്ങനെ വെച്ച് നിങ്ങൾ താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അത്യാവശ്യം നല്ല മികച്ച ക്വാളിറ്റി തന്നെ കിട്ടും. HD ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഫയലുകളായിരിക്കും ഡൗൺലോഡ് ആകുക. അപ്പോൾ ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ കാണാം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇതെല്ലാം ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാം ടിക്ക് മാർക്ക് ഉണ്ടാവും. ഇതൊക്കെ ഇതുപോലെ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അൺടിക്ക് ചെയ്ത് താഴെ ഓക്കെ ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ വീഡിയോ ഒന്നും ഡൗൺലോഡ് ആകില്ല. വെറുതെ ഡൗൺലോഡ് ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകും. അതുപോലെ തന്നെ ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അയാൾ അയച്ച ഫോട്ടോ വീഡിയോ ഓഡിയോ നിങ്ങൾ മാനുവലായി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആകില്ല. ഇത് നമ്മൾ ഓഫ് ചെയ്തുകൊണ്ട് ഇനി ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ സാധിക്കും. ഇതിനുശേഷം നിങ്ങൾ ഏറ്റവും മുകളിലോട്ട് വരിക. ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക മാനേജ് സ്റ്റോറേജ് എന്ന ഭാഗത്ത് വന്നാൽ വാട്സപ്പിൽ നമുക്ക് ഏകദേശം 2 GB ഫയൽ യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോർവേഡ് മനി ടൈംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാട്സപ്പിലേക്ക് വന്ന ഓഡിയോ വീഡിയോ ഫോട്ടോസ് കാണാൻ സാധിക്കും. ഇത് എല്ലാ ഗ്രൂപ്പിലൂടെയും ഷെയർ ചെയ്തു വന്ന മെനി ടൈംസ് ഫോർവേഡാണ്. അതായത് ഒരുപാട് തവണ ഫോർവേഡ് ചെയ്ത് വന്ന മെസ്സേജുകളാണ്. ഒരാവശ്യവും നമ്മുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് കേട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന സെലക്ട് ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ സെലക്ട് ആകുകയും മുകളിലുള്ള ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. ഇത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ ലാർജർ ദാൻ 5 MB എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിനകത്ത് 5 MBയിൽ കൂടുതലുള്ള ഫോട്ടോ വീഡിയോ ഓഡിയോ PDF ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ സെലക്ട് ആകും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ജസ്റ്റ് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഗ്രൂപ്പുകളും വ്യക്തികളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏത് വ്യക്തിയുടേതാണോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെതാണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ആകും. മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ വാട്സപ്പിൻ്റെ കാര്യത്തിലാണ് വന്നത്. ഇനി നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് വരാം. പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് ചില സെറ്റിങ്സുകൾ മാറ്റം വരുത്താനുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന വലതുഭാഗത്തിൽ നമ്മുടെ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. 2ാമത്തെ ഓപ്ഷൻ കാണാം, നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നുള്ള ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണും. ഒന്നാമത്തെ അപ്ഡേറ്റ് ഓൾ ആപ്പ് ഓവർ എന്നുള്ളതാണ്. നമുക്ക് വൈഫൈയിലാണെങ്കിലും മൊബൈൽ ഡാറ്റയിലാണെങ്കിലും
അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകളൊക്കെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ആവശ്യമില്ലാത്ത ചില ആപ്പുകളൊക്കെ നമ്മളിങ്ങനെ ഓട്ടോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തീർക്കും. മാത്രമല്ല നിങ്ങളുടെ സ്റ്റോറേജും പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഭാഗത്ത് വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ, നിങ്ങളുടെ ഫോണിനകത്ത് വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഉണ്ടാകുമ്പോൾ ഇത് അപ്ഡേറ്റ് ആകും. ഇതെല്ലാ സമയത്തും അപ്ഡേറ്റ് ആകുന്ന ഫീച്ചറാണ്. ഇനി നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ എപ്പോഴാണോ നിങ്ങൾ വൈഫൈയിലെത്തുന്നത് ആ സമയത്ത് മാത്രം അപ്ഡേറ്റ് ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ വൈഫൈ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലോ ഏതെങ്കിലും ഓഫീസിലോ ഒക്കെ ചെന്ന് വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിനകത്ത് അപ്ഡേറ്റ് വന്നിരിക്കുന്ന എല്ലാ ആപ്പുകളും ഒറ്റയടിക്ക് അങ്ങ് അപ്ഡേറ്റ് ആകും. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകില്ല. വൈഫൈ പലപ്പോഴും നമുക്ക് അൺലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും താഴെ ഭാഗത്ത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകില്ല. പിന്നെ നിങ്ങൾ ഓരോ തവണയും ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് സെർച്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നും മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകുന്നത് തടയും. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി എന്നുള്ളത് വെക്കുന്നതാണ്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓട്ടോ പ്ലേ വീഡിയോ അറ്റ് എനി ടൈം, നിങ്ങളുടെ ഫോണിനകത്ത് വൈഫൈ ആണെങ്കിലും മൊബൈൽ ഡാറ്റ ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓട്ടോ പ്ലേ വീഡിയോ അറ്റ് എനി ടൈം എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്ന ഓട്ടോ പ്ലേ വീഡിയോസ് ഓവർ വൈഫൈ ഓൺലി എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്താണ്. വൈഫൈ എത്തുമ്പോൾ മാത്രം വീഡിയോ ഓട്ടോ പ്ലേ ചെയ്താൽ മതി എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ഡോണ്ട് ഓട്ടോ പ്ലേ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഓട്ടോ പ്ലേ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഓട്ടോ പ്ലേ വീഡിയോസ് ഓവർ വൈഫൈ ഉള്ളി എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബിലൊക്കെ നമ്മൾ പല ആളുകളും വീഡിയോ കാണാറുണ്ട്. എന്നാൽ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ കാണും. ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഒരു ഫോൾഡർ കാണും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് നോക്കുക. ചിലപ്പോൾ ഏറ്റവും അവസാനമോ മധ്യഭാഗത്തോ ഒക്കെ കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്നുള്ള ഭാഗം. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് യുവർ ഡൗൺലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. അത് തൊട്ട് താഴെയായിട്ട് എത്ര വീഡിയോസ് ഉണ്ടോ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ചിലപ്പോൾ കുറേ വീഡിയോസ് ഉണ്ടാവും. ഈ ഡൗൺലോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിനകത്ത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഈ വീഡിയോസുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജിലാണ് കിടക്കുന്നത്. യൂട്യൂബിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നമ്മുടെ ഗാലറിയിൽ പോയാൽ കാണാൻ സാധിക്കില്ല. അത് യൂട്യൂബിൻ്റെ ഡൗൺലോഡ് എന്നുള്ള ഈ ഭാഗത്താണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത വീഡിയോസുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ പിന്നീട് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഈ വീഡിയോ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കും. അപ്പോൾ ഈ സ്റ്റോറേജില്ലാത്ത ആളുകൾ ഇതുപോലെ യൂട്യൂബിൻ്റെ ഡൗൺലോഡ് ഭാഗത്ത് വന്ന് നോക്കുക. ചിലപ്പോൾ ഒരുപാട് വീഡിയോസുകൾ കാണാൻ സാധിക്കും. എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്റ്റോറേജ് ഒരുപാട് ഫ്രീ ആയത് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.